നമസ്കാരം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും ജോലിയാണെങ്കിൽ സ്വീകരിക്കാം, എന്നാൽ സ്ഥാനക്കയറ്റം ലഭിക്കുക സ്വല്പം 6-7 മാസത്തിന് ശേഷമേ അല്ലെങ്കിൽ ഈ വർഷത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിക്ക് അപേക്ഷിക്കുന്നത് അത്ര ഉചിതമല്ല. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും കഴിഞ്ഞ വർഷം കുറച്ചൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഈ ഒരു വർഷവും അത് തുടരുവാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലർക്കെല്ലാം തന്നെ സ്വല്പം നഷ്ടത്തെ മാനിച്ചാണെങ്കിലും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. തീർത്തും അവിചാരിതമായിട്ട് ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് ആദ്യം യാത്ര പുറപ്പെടും. പ്രാഥമികമായിട്ട് ജോലിയൊന്നും അത്ര നല്ലത് കിട്ടില്ല. പിന്നീട് ക്രമാനുഗതമായിട്ടുള്ള കുറച്ചു കാലം ജോലി ചെയ്യുകയും ഓഗസ്റ്റ് മാസം മുതൽ ഏറെക്കുറെ നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ളൊരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ പല വിധത്തിലുള്ള അനിഷ്ടാവസ്ഥകൾ വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും ആത്മസംയമനം പാലിക്കണം. മക്കൾക്ക് പല വിധത്തിലുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുവാൻ സാഹചര്യങ്ങളുണ്ടാകുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. അനാവശ്യമായിട്ടുള്ള ആധി ഒഴിവാക്കി ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതുവാൻ തക്കവണ്ണം പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും ജനമധ്യത്തിൽ പരിഗണന ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും യുക്തിപൂർവം പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ജോലിയോടൊപ്പം തന്നെ പാരമ്പര്യ പ്രവൃത്തികളും പൗരാണികമായിട്ട് ചെയ്തു വരുന്ന കുടുംബപരമായിട്ട് ചെയ്തു വന്നിരുന്ന പ്രവർത്തന മണ്ഡലങ്ങളെല്ലാം തന്നെ അത്ര തന്നെ നിശ്ചയമൊന്നുമില്ലെങ്കിൽ പോലും എല്ലാം പഠിച്ചും കൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെറിയ രീതിയിൽ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു ജോലി ചെയ്യുന്നതിനേക്കാൾ ആശ്വാസത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് 100% അതിൻ്റെ പൂർണ്ണതയോടുകൂടി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് തീർത്തും അവിചാരിതമായിട്ടുള്ളൊരു ഉദ്യോഗം നഷ്ടപ്പെടുന്നത് വഴി മറ്റൊരു രാജ്യത്തിലേക്ക് മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം ഒരു പാഠ്യപദ്ധതിക്ക് ചേർന്നിരുന്നു. ആ പാഠ്യപദ്ധതിയിൽ ഇനി മുതൽ ജോലി സാധ്യതകൾ കുറവാണ്, അല്ലെങ്കിൽ അനന്ത സാധ്യതകൾ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മെയ് മാസം മുതൽ പുതിയതായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരമുണ്ടായിത്തീരും. സ്വല്പം പണച്ചെലവ് കൂടുതൽ അനുഭവപ്പെടുമെങ്കിൽ പോലും മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനൊരു പാഠ്യപദ്ധതിക്ക് ചേരുന്നത് ഭാവിയിലേക്ക് ഏത് പ്രകാരത്തിലും ഗുണകരമായി തീരും. കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം എന്നിവ വർദ്ധിക്കുമെങ്കിൽ പോലും പ്രസ്ഥാനത്തിന് പണം മുതൽ മുടക്കാനുള്ളൊരു കഴിവും പ്രാപ്തിയും ശേഷിയും ഇല്ലാത്തതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ളവരുടെ ഒരു നേതൃത്വത്തിൽ പ്രവർത്തിക്കാനും അതിൻ്റെ വെളിച്ചത്തിൽ വളരെ ആശ്വാസത്തോടുകൂടി കഴിവിനെയും പ്രാപ്തിയും പ്രാവർത്തികമായിട്ടുള്ള വിധത്തിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. ഇതിൻ്റെ വെളിച്ചത്തിൽ സ്ഥാനക്കയറ്റമോ ഉയർന്ന പദവിയോ ലഭിക്കുക കാലതാമസം ഉണ്ടായിട്ടേ ഉണ്ടാവുള്ളൂ. ഈ വർഷത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും വ്യായാമ മുറകൾ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ ഈ ഒരു വർഷത്തിൽ വ്യായാമത്തിനോട് ബന്ധപ്പെട്ട യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. അതിനൊരു പാഠ്യപദ്ധതിക്ക് ചേരുന്നത് വഴി ആശ്വാസത്തിനും ഭാവിയിലേക്ക് ഒരു വർഷം കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഈ ദേഹസംരക്ഷണ വ്യായാമ മുറകളെല്ലാം പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം വിജ്ഞാനം ആർജിക്കുവാനും
സാധ്യതയുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അന്തിമമായിട്ടുള്ള വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. മഹത് വ്യക്തികളുടെ ജീവിതചര്യകളും വിജ്ഞാനപ്രദമായിട്ടുള്ള ആശയങ്ങളും പ്രവർത്തന ശൈലിയും ഒരു പക്ഷേ സ്വന്തം നിലയിൽ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ അവലംബിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ പോലും കാലക്രമേണ ഈ ഒരു പാത തുടരുവാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുവാനും ചിലതെല്ലാം അവലംബിക്കാൻ അവസരം ഉണ്ടായിത്തീരും. അതുകൊണ്ട് കർമ്മമണ്ഡലങ്ങളിൽ സമാധാനപരമായിട്ട് പ്രവർത്തനം കാഴ്ചവെക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഈ വർഷത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ പലപ്പോഴും പുണ്യതീർത്ഥയാത്രകൾ, വിനോദയാത്രകൾ മുതലായവയ്ക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നത് വഴി വിപണന മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ചില ജോലിക്കാർക്ക് വിമുഖതയും അതൃപ്തിയും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും രേഖാപരമായിട്ട് എല്ലാ കാര്യങ്ങളും ഉടമസ്ഥരെ ധരിപ്പിക്കുന്നത് ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗം കാണുന്നത്. അല്ലെങ്കിൽ മിഥ്യാധാരണകളെ ഒഴിവാക്കുന്നതിന് ഇത് ഉപകരിക്കുവാൻ ഇടയുണ്ട്. പലപ്പോഴും കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ജന്മനാട്ടിൽ വരാൻ സാധിക്കാത്തവർക്ക് ലീവിൻ്റെ അല്ലെങ്കിൽ അവധിയുടെ കാലദൈർഘ്യം കുറയുമെങ്കിൽ പോലും ഓണക്കാലത്തിനോടനുബന്ധമായി മാതാപിതാക്കളോടൊപ്പം ജന്മനാട്ടിൽ ഓണം ആഘോഷിക്കാൻ അവസരം വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ പൂർവ്വകാല സുഹൃത്തുക്കളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും ഒരുപക്ഷെ അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് ഈ വർഷത്തിൻ്റെ ഒടുവിൽ തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ സാധ്യതയുണ്ട്. തീർത്തും അവിചാരിതമായിട്ട് അതുല്യ പ്രതിഭകളെ പരിചയപ്പെടുവാനും ആശയവിനിമയങ്ങൾ നടത്തുവാനും ഒരു സൗഹൃദ ബന്ധം ഉൾത്തിരിയുന്നത് വഴി ആശ്വാസത്തിനും യോഗം കാണുന്നതുമുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും പരിഭ്രമമില്ലാതെ അവതരിപ്പിച്ചാൽ മാത്രമേ വിജയം കൈവരിക്കാനുള്ള സാധ്യത കാണുന്നതുമുള്ളൂ. എല്ലാ കാര്യങ്ങളിലും ക്ഷമ, ആത്മസംയമനം, മറ്റൊരാൾ ചെയ്യുന്ന കാര്യങ്ങൾ പിന്തുടരാമെങ്കിൽ പോലും യുക്തിസഹമായിട്ടുള്ള ചിന്തകൾ, കാലത്തിനും ദേശത്തിനും അനുസൃതമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളാണോ എന്ന് വിശകലനം ചെയ്യുക, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഏതൊരു പ്രവർത്തന മണ്ഡലങ്ങളിലും പണം മുതൽ മുടക്കാവൂ. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പ്രകൃതിയിലെ വ്യത്യാസങ്ങളെ കൊണ്ട് കാലവർഷക്കെടുതി, ചിലർക്ക് അധികമായിട്ടുള്ള വേനലിൻ്റെ ആധിക്യം കൊണ്ട് വന്നു ചേരുന്നൊരവസ്ഥ, ഇങ്ങനെ പല പ്രകാരത്തിലും നഷ്ടങ്ങൾ സംഭവിക്കുവാനിടയുള്ളത് കൊണ്ട് ഇൻഷുറൻസ് പരിരക്ഷകളെല്ലാം അനുവർത്തിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വികസിത രാഷ്ട്രത്തിൽ നിന്നും ജന്മനാട്ടിൽ തിരിച്ചു വന്ന് കാർഷികമായിട്ടുള്ള മേഖലകളൊക്കെ തുടക്കം കുറിക്കാമോ എന്ന പല ചിന്തകളും വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും കൃഷി വകുപ്പിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയും അതേപോലെ തന്നെ ആനുകൂല്യങ്ങളോടുകൂടി മാത്രമേ തുടങ്ങാവൂ. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ നഷ്ടങ്ങൾ സംഭവിക്കുവാനും സാധ്യതയുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. പലപ്പോഴും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കാൻ സാധിക്കാത്തത് വഴി മനസ്സിന് സ്വസ്ഥതക്കേട് വന്നു ചേരുവാനിടയുണ്ട്. അതൃപ്തിയുള്ള വചനങ്ങൾ സഹോദരങ്ങളിൽ നിന്ന് വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും പ്രതികരിക്കാതിരിക്കുകയായിരിക്കും നന്നാവുക. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. അസുഖങ്ങൾ പലതും വന്നു ചേരുവാനിടയുണ്ട്. ഒരുപക്ഷെ ചിലർക്ക് സാംക്രമിക രോഗങ്ങൾ, മറ്റു ചിലർക്ക് പകർച്ചവ്യാധികൾ, 6 മാസത്തിലൊരിക്കൽ ഇങ്ങനെയുള്ളൊരു അസുഖം വന്നു ചേരുകയും
ഇതിൻ്റെ വെളിച്ചത്തിൽ ദേഹത്തിന് പ്രതിരോധ ശക്തി വർദ്ധിക്കുകയും പ്രതിരോധ ശക്തി കുറയുന്നതിൻ്റെ വെളിച്ചത്തിൽ അതിന് തക്കവണ്ണമുള്ള ഇതരമായിട്ടുള്ള ചികിത്സാ രീതികളും ഭക്ഷണ ക്രമീകരണങ്ങളും അനുവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ പലപ്പോഴും വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ വ്യായാമത്തിന് പുറമെ ആയുർവേദ പ്രകൃതി ചികിത്സാ രീതികളൊക്കെ അനുവർത്തിക്കുകയും ആശ്വാസത്തോടുകൂടി കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടുള്ള മേഖലകളും അനുവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ജോലി ഉപേക്ഷിച്ച് ബിസിനസ്സിൽ ഇറങ്ങി പുറപ്പെടുന്നതും കർമ്മമണ്ഡലങ്ങളിൽ ഏറ്റെടുക്കുന്നതൊക്കെ തന്നെ അത്ര ഗുണകരമല്ല. എന്ന ജോലിയിൽ ഇരുന്നു കൊണ്ട് ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായിട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. തീർച്ചയായിട്ടും അതിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും 2025 സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട്. ഇതാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2024 ആണ്ടിലെ ഫലങ്ങൾ. നമസ്കാരം.